ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു കയ്പ്പയ്ക്ക ഉണ്ട്. ആ കയ്പ്പയ്ക്ക കൊണ്ട് ഉച്ചക്കലേക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. സാധാരണ ഉപ്പേരി അല്ലെങ്കിൽ തോരന് അതൊക്കെ വെക്കാറുള്ളൂ. മെഴുക്ക് പുരട്ടി വെക്കൽ കുറവാണ്. മെഴുക്ക് പുരട്ടി എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെറുതെ വലിയിച്ചെടുക്കുള്ളൂ, ഉള്ളി മൂപ്പിക്കില്ല. അപ്പോൾ ആ കയ്പ്പയ്ക്ക അരിഞ്ഞു കൊണ്ടുവന്നതാണ് കേട്ടോ. അത് ഉള്ളി മൂപ്പിക്കാണ്ട് മെഴുക്ക് പുരട്ടിയായിട്ട് വയ്ക്കുക. അപ്പോൾ അതിൽ മുളക് പൊടിയൊന്നും ഇടണില്ല. 2 പച്ചമുളക് അരിഞ്ഞിട്ടിട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെറുതെ വലിയിച്ചെടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ചീഞ്ചട്ടി അടപ്പത്ത് വയ്ക്കാം കേട്ടോ. നമുക്ക് ചീഞ്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് മൂക്കട്ടെ. മൂത്ത് വരുമ്പോൾ നമുക്ക് പച്ചമുളക് അരിഞ്ഞ് വെച്ചാണ് അത് അതിലേക്ക് ഇടാം. നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. അത് 2 മുളക്. എന്താ വെച്ചാൽ ഒരു കയ്പ്പയ്ക്കല്ലേ ഉള്ളൂ, അപ്പോൾ 2 പച്ചമുളക് മതി. പിന്നെ അതിൽ വേറെ മുളക് പൊടിയൊന്നും ഇടില്ല. പച്ചമുളകൊന്ന് മൂത്ത് വരുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോൾ പിന്നെ നമുക്ക് കയ്പ്പയ്ക്ക അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ഇടാം കേട്ടോ. കയ്പ്പയ്ക്ക അതിലിട്ടിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂട്ടുക. പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അതിൽ കിടന്ന് അടി പിടിക്കും, അത് കരിയും അടി. അപ്പോൾ കയ്പ്പയ്ക്ക ഒന്ന് വേവാനായിട്ട് 1/4 ഗ്ലാസ് വെള്ളം കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇളക്കി നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. അഞ്ച് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ വെള്ളമൊക്കെ വറ്റി വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നന്നായി വലിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഒരു നല്ല ചുമന്ന കളറാവും. അപ്പോഴാണ് നല്ല ടേസ്റ്റ്. ഗ്യാസ് ഓഫാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചക്കലേക്ക് ഇതാണ് കേട്ടോ. സാമ്പാറുണ്ട്, കയ്പ്പയ്ക്ക മെഴുക്ക് പുരട്ടിയും ചോറും പിന്നെ പപ്പടം കാച്ചിയതുണ്ട്. അത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മെഴുക്ക് പുരട്ടി ഞങ്ങൾ ഉണ്ടാക്കുക. മെഴുക്ക് പുരട്ടി ഉണ്ടാക്കൽ കുറവാണ്. എന്താ വെച്ചാൽ കുറേ വെളിച്ചെണ്ണ ഒഴിക്കണം ഇതിൽ വലിഞ്ഞ് നന്നായി സ്വാദ് കിട്ടണമെന്നുണ്ടെങ്കിലേ. അത് കാരണം മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കൽ കുറവാണ്. മിക്കവർക്കും കൊളസ്ട്രോൾ ഉണ്ട്. അത് കാരണം വെളിച്ചെണ്ണ അധികം അകത്തേക്ക് ചെല്ലണ്ടെന്ന് വിചാരിച്ചിട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കൽ കുറവാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ.